മനുഷ്യനെ അല്ലാഹു പഠിച്ചു. ആ മനുഷ്യൻ ആദ്യം 40 ദിവസം ബീജമായിരുന്നു. പിന്നെ 40 കഴിഞ്ഞപ്പോൾ അത് മുഖത്തായി മാംസമായി, അല്ല രക്തക്കട്ടയായി. പിന്നെ 40 കഴിഞ്ഞപ്പോൾ മാംസമായി. പിന്നെ അതാ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. 4 മാസമായപ്പോൾ ആ മാംസത്തെ എല്ലാറ്റി അല്ലാഹു മറച്ചു. എന്നിട്ടോ ആ എല്ലിന്റെ മേൽ മാംസത്തെ പൊതിഞ്ഞു. 4 മാസമായപ്പോൾ ജീവനുള്ള ഒരു കുട്ടി ഉമ്മയുടെ ഗർഭാശയത്തിൽ. ഈ കുട്ടി എങ്ങനെയാണ് ശ്വസിക്കുന്നത്? നിങ്ങൾ ഒരു പാത്രം വെള്ളമെടുക്കുക. ആ വെള്ളത്തിൽ പിന്നെ നിറഞ്ഞ ഒരു വലിയ പാത്രത്തിൽ വെള്ളം. ഈ ഉമ്മയുടെ ഗർഭാശയം ഉള്ളത് വെള്ളത്തിലാണ്. ഈ കുട്ടി കിടക്കുന്നത് വെള്ളത്തിലാണ്. തല താഴെയും കാൽ മേലോട്ടുമായി 9 മാസം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശ്വാസം കിട്ടാൻ വെള്ളത്തിൽ എങ്ങനെയാണ് ശ്വസിക്കാൻ സാധിക്കുന്നത്? ഈ കുട്ടി വെള്ളത്തിലാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. എന്തേ 9 മാസവും 9 ദിവസവും 9 സെക്കൻഡും ആകുമ്പോൾ പ്രസവത്തിന് വേണ്ടി ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറയുന്നു വെള്ളം പോയി തീർന്നിരിക്കുന്നു, ഓപ്പറേഷൻ ചെയ്യണം. അപ്പൊ ഈ കുട്ടി കിടക്കുന്നത് വെള്ളത്തിലാണ്. വെള്ളത്തിലുള്ള കുട്ടിക്ക് എങ്ങനെയാണ് ശ്വസിക്കാൻ സാധിക്കുന്നത്? നിങ്ങൾ ഒരു വലിയ ബക്കറ്റ് വെള്ളമെടുത്ത് നിന്റെ 1 വയസ്സുള്ള കുട്ടിയെ ഈ വെള്ളത്തിൽ നിക്ഷേപിച്ചാൽ ആ കുട്ടി ഉടനെ തന്നെ മരിച്ചു പോകുമെന്ന് നമുക്കറിയാം. പക്ഷേ ഉമ്മയുടെ ഗർഭാശയത്തിലുള്ള ഈ കുട്ടി വെള്ളത്തിലല്ലേ താമസിക്കുന്നത്? വെള്ളത്തിൽ താമസിക്കുന്ന കുട്ടിക്ക് എങ്ങനെയാണ് ശ്വസിക്കാൻ സാധിക്കുന്നത്?